ഉദ്യോഗാർത്ഥിയായ മകളെ അപരിചിതനായ യുവാവിന്റെ കൂടെ അയച്ച പിതാവ് മകളെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ. നാരായണ, ഈ കേസ് തന്നെ ഏൽപ്പിച്ചാൽ എങ്ങനെ കൈകാര്യം ചെയ്യും? പെണ്ണിനെ ചെറുക്കിനെ അറസ്റ്റ് ചെയ്യാൻ കേസെടുക്കും. ഞാനാണെങ്കിൽ പെണ്ണിന്റെ തമ്പ് അറസ്റ്റ്. അയാൾ ഭാര്യല്ലേ? ചെറിച്ച പ്രായത്തിൽ നിൽക്കുന്ന പെണ്ണിനെ വല്ലവന്റെയും കൂടെ അയച്ച ഫാദേഴ്സിനല്ലടാ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ ആ തൊപ്പിയെടുത്ത് തലേ വഴി മഞ്ഞുകൊള്ളു. രണ്ട് സിഗരറ്റ് എന്ന് പറഞ്ഞ എണ്ണി 2 സിഗരറ്റ് നീ വാങ്ങിക്കൂ അല്ലേ? അല്ല, ഒരു പാക്കറ്റ് വാങ്ങാം. മതി മതി മതി. നിന്റെ പേരെന്തുവാ? രാജേന്ദ്ര പ്രസാദ്. എന്തോന്ന്? രാജേന്ദ്ര പ്രസാദ്. നിനക്ക് ഇത്ര കൂടിയ പേരിട്ട് ആരാണടേ? എന്തോന്നെ കേസ്? എന്റെ അനിയനെ കിഴക്കേപ്പാട്ടൊക്കെ ഒരു തല്ലി. കാരണം? ഞങ്ങളുടെ താറാവ് അയാളുടെ കുളത്തിൽ ഇറങ്ങിയെന്നും പറഞ്ഞു. താറാവ് പിന്നെ കുളത്തിലല്ലാതെ മരത്തിലോ കയറി റാസ്ക്. ഞാൻ അവനോട് ചോദിച്ചോളാം. രാജേന്ദ്ര പ്രസാദ് വൈകിട്ട് വീട്ടിലോട്ടൊന്ന് വരണം. വരുമ്പോ 2 താറാവിനെടുത്തോ. രൂപയും കൂടെ ഒന്ന് വയ്ക്കാം. ഈ താറാവ് ഇറച്ചി പൈസന് നല്ലതാവല്ലേ? പഷ്ടല്ലേ? ഞാനാ പോലീസ് സ്റ്റേഷൻ. എസ് കുട്ടമ്പിള്ള സ്പീക്കിംഗ്. ആര്? ദേവരാജനോ? മ്യൂസിക് ഡയറക്ടറാണോ? പിന്നെ ഏത് ദേവരാജാണോ? അത് എന്തോ അവരുടെ കാര്യം കേൾക്കാൻ മേല. തന്റെ വായിൽ പറയാതിരിക്കുന്നതോ? ഒന്ന് വാതിർന്ന് പറ. ഓഹോ, എസ് ഐ വേണമെന്നോ? ഇപ്പൊ തരാൻ പറ്റില്ല. കാര്യം വല്ലതുണ്ടെങ്കിൽ ഇവിടെ വന്ന് എസ് കുട്ടമ്പിള്ള അദ്ദേഹത്തെ കാണ്. ആരാ ചേട്ടാ? എന്റെ ഫാദറിലോ. ആ സേതുമാധവൻ നമ്മുടെ ഷാജിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. അവൻ എങ്ങനെയെങ്കിലും അകത്താക്കും. നമ്മളെ ഷാജി മുതലാളിയോട് ഒരു പെറ്റീഷൻ വാങ്ങിയിട്ട് അവനെ കസ്റ്റഡിയിലെടുക്കും. എന്നിട്ട് നല്ലപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങോട്ട് വിട്ടേക്ക. ഷാജിക്ക് തല്ലുകൊണ്ടു എന്ന് പരാതിപ്പെടുന്നത് അയാൾക്ക് കുറച്ചിലല്ലേ? വേറെ ഏതെങ്കിലും കേസ് ഉണ്ടാക്കണം. മോഷണ കേസ് മതി. 3 മോഷണ കേസിൽ ശിക്ഷ കിട്ടിയാൽ അവൻ KD ലിസ്റ്റിലാവുമല്ലോ. അതൊരു ബുദ്ധിയാണ്. തെളിയാതെ കിടക്കുന്ന കേസിൽ പ്രതിയാക്കാം. ഏമാൻ തന്നെ പോയി അവന്റെ കസ്റ്റഡിയിലെടുക്കണം. അതാരാ വരുന്നത്? ഞാൻ നോക്കി. നില്ല്. താൻ ആരാ? എന്റെ പേര് ദേവരാജ്. എടോ, തന്നോട് എന്നെ കണ്ടാ മതി എന്ന് പറഞ്ഞില്ലേ? എനിക്ക് എസ് ഐ ആണ് കണ്ടത്. എന്താ ഇത് ഭാര്യ വീടോ? ഗുഡ് മോർണിംഗ്. ഞാൻ സബ് ഇൻസ്പെക്ടർ ദേവരാജ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ ആളെ മനസ്സിലാവാതെ പറഞ്ഞു പോയതാ. ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്നതാണ്. ഞാൻ യൂണിഫോം ഇട്ട് 1 മണിക്കൂറിനകം വരാം. ചാർജ് വിടുകയില്ല. വിടാതെ പറ്റില്ലല്ലോ. ഉടൻ ചാർജ് കൊടുക്കണമെന്നാണല്ലോ ഓർഡർ. ശരി. കുട്ടമ്പിള്ളേ, എന്തോ? നിങ്ങൾ എല്ലാവരും കൂടിയാണ് എന്നെ വെള്ളത്തിലാക്കിയത്. DIG ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു നാഥനില്ല കളി പോലെ കിടക്കുകയായിരുന്നു. നിങ്ങളെല്ലാം ഓരോ ന്യായം പറഞ്ഞ് രക്ഷപ്പെട്ടു.
എന്നെ പഴയ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് റിവർട്ട് ചെയ്ത് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള പണിഷ്മെന്റ് ഓർഡറാണിത്. ഏമാം വിഷമിക്കണ്ട, നമുക്ക് ഷാജി സാറായിട്ടൊന്ന് ആലോചിക്കാം. എനിക്ക് എന്താണാവോ വരാൻ പോണത്. പുതിയ ഏമാനോട് ആളറിയാതെ ഞാൻ ഏതാണ്ടല്ലോ പറഞ്ഞു. ഈശ്വര, ഞാൻ രാജശേഖര പണിക്കരെയും കൂട്ടി തിരുവനന്തപുരം വരെ ഒന്ന് പോകാം. ഓർഡർ ക്യാൻസൽ ചെയ്യിക്കാൻ നോക്കാം. നോക്കിയാൽ പോരാ, സാധിക്കണം. എന്റെ കീഴിൽ ജോലി നോക്കിയിരുന്ന ഹെഡ് കോൺസ്റ്റബിൾമാരോടൊപ്പം ഞാൻ എങ്ങനെ ജോലി ചെയ്യും? എന്ത് പുച്ഛമായിരിക്കും അവർക്കെന്നെ. അവധിയെടുക്കണം. ഒരധികാരവും ഇല്ലായിരുന്നാൽ കടം ചോദിച്ചാൽ പോലും ആരും 10 രൂപ തരില്ല. അത് ശരിയാണ്. ഏതായാലും ഇത് കഴിക്കണം. കുടിക്കാൻ ഒരു രസവും തോന്നുന്നില്ല. ചേട്ടൻ കഴിക്കണ്ട. ചേട്ടന്റെ വിഷമൊക്കെ ഒന്ന് അങ്ങോട്ട് മാറട്ടെ. കണ്ടില്ലേ, എന്നെ ഏമാനെന്ന് വിളിച്ചുകൊണ്ട് നടന്നവന് ഞാൻ ചേട്ടനായത്. എന്റെ മുമ്പിൽ കുടിച്ചിട്ട് പോലും വരാത്ത കുട്ടമ്പിള്ള എന്റെ കയ്യിൽ നിന്നും വിസ്കി വാങ്ങി കഴിക്കുന്നു. ഇതാണ് പോലീസിന്റെ അധികാരം പോയാലത്തെ സ്ഥിതി. നമ്മൾ രണ്ടുപേരും നായന്മാര്, ഹെഡ് കോൺസ്റ്റബിൾമാര്. പിന്നെ ചേട്ടന്റെ പ്രായക്കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നു. ചേട്ടൻ വിഷമിക്കണ്ട, ഷാജി മുതലാളി കാര്യം ശരിപ്പെടുത്തി തരും. ചേട്ടാ, Cheers! ഓ, അവളുണ്ടല്ലോ. കുരിശുപള്ളിക്കടുത്ത് മരിച്ചുപോയ നീലിക്കുട്ടിയെ അറിയാൻ മകൾ റാണി നീയാണോ? ഞാനാ. എന്ത് വേണം സാറേ? നിന്റെ പേരിലൊരു കേസുണ്ടല്ലോ. അവൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ സാറേ. തള്ളമുണ്ടായിരിക്കണം. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലത്തിൽ കയറി ഇടപെടരുത്. സ്ഥലത്തെ പൗരമുഖ്യനും പൊതുകാര്യ പ്രശസ്തനും വ്യവസായിയും സർവോപരി യുവാവുമായ ഷാജിയെ സേതുമാധവൻ എന്ന റൗഡി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ദേഹോദരമേൽപ്പിക്കുകയും മേപ്പടി റൗഡി മേപ്പടി കുറ്റം ചെയ്യുന്നതിന് മേപ്പടി റാണി നോക്കി നിൽക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായിരിക്കുന്നതാകുന്നു. ഇതാണ് നിന്റെ പേരിലെ കേസ്. അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം സാറേ? കോടതി പോവാതെ തീർക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ? ഇവള് പോയി ഷാജി മുതലാളിയോട് മാപ്പ് പറഞ്ഞ മുതലാളി പെറ്റീഷൻ പിൻവലിച്ചെന്ന് വരും, അല്ലേ? അപ്പോഴേ സാറേ, മുതലാളിയെ തല്ലിയ ആളിന്റെ പേരിൽ കേസില്ലേ? അവനാണ് ഒന്നാം പ്രതി. ആ റാസ്കലിനെ ഇന്ന് തന്നെ ഞാൻ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒടിയാത്ത ഒരൊറ്റെല്ല് പോലും അവരുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. ആഹാ, എന്താടി നിനക്കൊരു പരിഭ്രമം? അവനെ വീട്ടിനകത്തെങ്ങനെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനെന്തിനാ ഒളിച്ചു വെക്കുന്നത്? നാരായണ, എനിക്കൊരു ഡൗട്ട്. പുറയ്ക്കകത്ത് കയറി നല്ലോണം ഒന്ന് സെർച്ച് ചെയ്യണം. എല്ലായിടത്തും നോക്കണം കേട്ടോ. എന്താടി എല്ലായിടത്തും നല്ല നോക്കിയോ? വീട്ടിനകത്ത് ഭയങ്കര ഇരുട്ട്. ഞാൻ പോയി സൈക്കിളിന്റെ ലൈറ്റ് എടുത്തോണ്ട് വരാം. ഒന്ന് വേഗം മാറി. ഓ, അവിടെ നില്ലടാ നാരായണ. ആരാ കുട്ടമ്പിള്ളേ? ഞാനകത്ത് ഇച്ചിരി കപ്പയും കാപ്പിയും കഴിക്കായിരുന്നു. കഴിച്ചോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇവിടെ പറഞ്ഞൊന്നും അവിടെ കേട്ടിട്ടില്ലല്ലോ. കുട്ടമ്പിള്ളേ, തനിക്ക് ഇനിയെങ്കിലും ഈ വൃത്തികളൊക്കെ നിർത്തിക്കൂടെ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പോലീസുകാർ എത്ര നല്ലവരാ. തനിക്ക് എത്ര കുട്ടികളുണ്ട്? 9. വെറുതെ അല്ല താനിങ്ങനായത്. റാണി, ഞാനൊരു 15,000 രൂപയുണ്ടാക്കി കുട്ടമ്പിള്ളയുടെ കുടുംബത്തിന് കൊടുക്കാൻ പോവുകയാണ്. ഉദ്യോഗത്തിലിരിക്കുമ്പം ഒരു പോലീസുകാരനെ ആരെങ്കിലും കൊന്നാൽ സർക്കാർ അയാളുടെ കുടുംബത്തിന് 15,000 രൂപ കൊടുക്കും.
ഇല്ല ആർക്ക് സല്ലത്തില്ല അമ്മേ അമ്മേ ഇങ്ങോട്ട് വേഗം വാമേ ഇങ്ങോട്ട് വാമേ ദേ അത് കണ്ടോ നമ്മുടെ ഏട്ടുകുട്ടമ്പിള്ളയാ പിരിച്ചുവിട്ടതിന് ശേഷം ഇപ്പൊ ഭ്രാന്താ. ആ അങ്ങനെ തന്നെ വേണം. അയാൾ എത്ര എണ്ണത്തിനാ ദ്രോഹിച്ചത്? അല്ലാതെ കാസ്റ്റിന്